ചേച്ചിക്ക് ഇവിടെ ഒന്നിനും സമയമില്ലെന്നാണ് എനിക്ക് മിറ്റൊന്നും അടിച്ച് വരാതെ വൃത്തികേടായി കിടക്കുന്നു. വൃത്തിയില്ലാത്ത കൂട്ടങ്ങളാണ്. ഓ എന്താ നീ വെറുതെ നിൽപ്പുണ്ടായിരുന്നു. ഓ അല്ല ഇത് ചേച്ചി പറഞ്ഞിട്ടേ ഞാൻ രാവിലെ അടുക്കള പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ചേച്ചി വരുന്നു. എന്നോട് ചോദിച്ചു നീ എന്താ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ ഇതാ ഇഡ്ഡലി ഉണ്ടാക്കിയതേ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാന്നറിയോ, നിനക്ക് പറ്റുമെങ്കിൽ അതേലും ഒരു 5-6 എൻ്റെ വീട്ടിലിട്ടും കൂടെ തന്നേര്. അപ്പം അതിന് വേണ്ട പോലെയൊക്കെ ഞാൻ ചെയ്തോളാം. അങ്ങനെ അവള് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു തോന്നൽ വന്നു. എന്താണെന്നറിയോ, ഇത് വെച്ചൊരു കളിയങ്ങ് തുടങ്ങിയാലോ എന്ന്. എങ്ങനെ എന്നാ പരിപാടി? ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഇത് കൊണ്ടുവന്നു. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ചേച്ചി അതിനുള്ളൊരു പൈസ എനിക്ക് തരും. പൈസക്കാണോ? അങ്ങനെ ചേച്ചി പറഞ്ഞത്. അപ്പൊ അതൊരു നല്ല സംരംഭമാക്കി അങ്ങ് മാറ്റാലോ. സംരംഭം. അപ്പൊ ചേച്ചി എന്നും രാവിലെ എന്നോട് കാപ്പിക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറയും. അപ്പൊ ഞാൻ ചേച്ചിക്ക് മാത്രമുള്ള അതെയോ? ഇത് ചേച്ചിക്ക് മാത്രമാണോന്നൊന്നും എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു. അല്ല നീ ഒരു സംരംഭം അങ്ങ് ആക്കാൻ പോവല്ലേ? പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്. ഇനിയിപ്പം സംരംഭം ആക്കാന്ന് പറഞ്ഞാലേ ചേച്ചിയെ പോലെ ഏതെങ്കിലും 2-3 വീട്ടുകൾ അയലോക്കത്തുള്ളവരെ കിട്ടുകയാണെങ്കിൽ ഇതിലേ ചെയ്യാൻ കഴിയാന്ന്. ഇത് തിന്നാൻ കൊള്ളാവോ? അത് എങ്ങനെയാ പോലും തിന്നാൻ കൊള്ളാവോന്ന് എനിക്കേ ഇത് വയ്ക്കൊന്നുമില്ല നിന്റെ കയറ്റന്. വെള്ളം ആ പൈപ്പ് കുടിച്ചോ, പൈപ്പിനകത്ത് വെള്ളമുണ്ട്. ഇപ്പം വെക്കുന്നില്ല. ബാക്കി ഇവിടെ വെക്കണ്ട, നീ കൊണ്ടുവെക്കോ. നീ സംരംഭം തുടങ്ങും. ഒരു സംരംഭം. ചേച്ചി പറഞ്ഞു ചേച്ചി ഒരു പൈസയുടെ പരിപാടി വേണ്ട. ചേച്ചി വന്നിട്ട് നിനക്ക് തന്നെ തിന്നിട്ട് ഇറക്കാൻ പറ്റുന്നില്ല, പിന്നെ വേറുള്ളവരെ വെച്ചിട്ട് വേഗണ്ട, വേഗം വെള്ളം പണി പൈപ്പിൽ നിന്ന് കുടിച്ചിട്ട് നേരെ വഴിക്ക് പോകാൻ നോക്ക് നീ. ഒരു പറവക്കള കേട്ട് വന്നേക്കണം രാവിലെ. ചേച്ചിയെ പറ്റിക്കാൻ വന്ന